ഇന്നലെ നരേന്ദ്രമോദിയുടെ പ്രതിപക്ഷത്തിനെതിരെയായിട്ടുള്ള രൂക്ഷ വിമർശനങ്ങളെങ്കിൽ ഇന്നിപ്പോൾ രാജ്യസഭയിലും അതുതന്നെയാണ് കാണാൻ സാധിച്ചിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. കാരണം അത്രയ്ക്കും പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു ഇന്ന് രാജ്യസഭയിൽ മോദി സംസാരിച്ച പല കാര്യങ്ങളും. അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിൻ്റെ കാര്യമെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ അവർ ബഹളമുണ്ടാക്കി കൂവിത്തോൽപ്പിക്കാൻ നോക്കിയെങ്കിൽ ഇന്നിപ്പോൾ അവർ സഭ വിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. അതായത് ആദ്യം അവർ ബഹളമുണ്ടാക്കി പിന്നെ സഭ വിട്ട് പുറത്തോട്ട് പോകുന്ന ഒരവസ്ഥ. ശരിക്കും പറഞ്ഞാൽ പ്രതിപക്ഷത്തിന് ഇതിനൊക്കെ സാധിക്കുകയുള്ളൂ എന്ന് അവർ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. കാരണം അത് മോദി തന്നെ പറയുകയുണ്ടായി. അതായത് സത്യങ്ങൾ കേൾക്കാനായിട്ട് ശക്തിയില്ല അവർക്കെന്നുള്ള കാര്യം. ശരിക്കും അത് തന്നെയാണ് ഇന്നും ഇന്നലത്തെയും പ്രതിപക്ഷത്തിൻ്റെ ഓരോ കാര്യങ്ങൾ കാണുമ്പോഴത്തേക്കും മനസ്സിലാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. കാരണം മോദി സംസാരിക്കുമ്പോൾ പേടിയാകുന്ന ഒരു തരം പ്രതിപക്ഷം. കാരണം മോദിയെ സംസാരിക്കാൻ അനുവദിക്കാതെ ആ ഒരു തരത്തിൽ തടസ്സപ്പെടുത്തുന്ന ഒരു പ്രതിപക്ഷം. പക്ഷേ അതിനെയൊന്നും വകവയ്ക്കാതെ പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യം ഏൽക്കത്തില്ല എന്നുള്ളത് പ്രതിപക്ഷത്തിന് ഇപ്പോഴെങ്കിലും മനസ്സിലാക്കി കഴിഞ്ഞാൽ കൊള്ളാം. അതല്ലെങ്കിൽ ഇത് തന്നെ തുടർന്ന് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു നാണക്കേട് പ്രതിപക്ഷത്തിന് തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നിപ്പോൾ രാജ്യസഭയിൽ തന്നെ നരേന്ദ്രമോദി പല കാര്യങ്ങളും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല, അതായത് ഭാരതത്തിൻ്റെ ഭരണഘടന കയ്യിൽ പിടിക്കാനുള്ളതല്ല ആചരിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം ഇറങ്ങിപ്പോയതിനെ വിമർശിച്ച് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറും രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതാണ് പ്രതിപക്ഷം എന്ന് പറയുന്നത്. അതായത് ഞങ്ങൾ ഇത്തവണ വളരെ ശക്തമായി പ്രതിപക്ഷമായി ഇരിക്കുമെന്നൊക്കെ പറയുന്നത് ഇതൊക്കെ എന്ത് തരത്തിലുള്ള പ്രതിപക്ഷ രീതികളാണ് എന്നുള്ളതാണ് ശരിക്കും കാത്തിരുന്ന് കാണേണ്ട കാര്യമെന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഈ ഭരണഘടനയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കാണ് ഇന്നലെ പാർലമെന്റിൽ നടന്ന ആ ഒരു കാഴ്ച തന്നെ ഈ പ്രതിപക്ഷം ഭരണഘടന എന്ന് പറയുന്ന ആ കാര്യം ഇന്നലെ ശരിക്കും പറഞ്ഞാൽ BJPയുടെ അനുരാഗ് താക്കൂർ തന്നെ പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്ത ഒരു കാര്യം തന്നെയാണ്. അതായത് അനുരാഗ് താക്കൂറിന്റെ ആ ഒരൊറ്റ ചോദ്യത്തിൽ കോൺഗ്രസ് പ്രതിപക്ഷം പെട്ടുപോയി എന്ന് തന്നെ പറയാം. ഭരണഘടനയുടെ കാര്യത്തിൽ എത്ര പേജുകളുണ്ട് ഭരണഘടനയിൽ എന്നൊരു ചോദ്യം അങ്ങ് ചോദിച്ചു ഈ പറയുന്ന അനുരാഗ് താക്കൂർ പ്രതിപക്ഷത്തിനോട്. അതിനുള്ള കാരണവും നമുക്കറിയാവുന്നതാണ്. കാരണം പാർലമെന്റിൽ വന്ന സമയത്തൊക്കെ പ്രതിപക്ഷം കാണിച്ച കാര്യങ്ങൾ എന്താണെന്നുള്ളത് എല്ലാവരും കണ്ടൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചോദ്യം അങ്ങ് ചോദിച്ചത്. എത്ര പേജുകളുണ്ട് ഭരണഘടന, ഇത്ര വണ്ണമുണ്ട് എന്ന് പറയാതെ എത്ര പേജുകൾ ഉണ്ട്, എത്രയുണ്ട് എന്ന് പറയണമെന്നും എന്നും അതുമായി ചുറ്റിത്തിരിയുന്നുണ്ടല്ലോ. ഇപ്പോൾ തുറന്നു വായിച്ചു നോക്കൂ എന്നാണ് അനുരാഗ് താക്കൂർ പറയുന്നത്. വായിക്കുന്നുമില്ല, വെറുതെ വീശിക്കൊണ്ട് നടക്കുന്നു. അതുമാത്രമല്ല, വലിയ വായിൽ ഭരണഘടന എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ എന്ന് തെളിയിക്കുന്ന തരത്തിലായിരുന്നു. അതായത് ഒരു മറുചോദ്യം ഇതുപോലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടം കൊണ്ട് തീർന്നു എന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ. അതുപോലെ തന്നെ മോദിയും പറഞ്ഞൊരു കാര്യമുണ്ട് രാജ്യസഭയിൽ തന്നെ, ഭരണഘടനാ ദിനം ആചരിക്കാൻ ആരംഭിച്ചത് NDA സർക്കാരാണ് എന്നുള്ളത്. അതുപോലെ തന്നെ 10 വർഷമേ പൂർത്തിയായിട്ടുള്ളൂ, ഇനി 20 വർഷം ബാക്കി കിടക്കുന്നെന്ന് മോദി പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഈ പ്രതിപക്ഷം എന്ന് പറയുന്ന കോൺഗ്രസ് ആയാലും ഇന്ത്യ സഖ്യവും എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. പക്ഷേ അതൊന്നും തന്നെ നല്ല രീതിക്ക് ഏഷ്യുന്നില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അത് ഇന്നലെ വളരെ വ്യക്തമായിട്ട് കണ്ടതാണ്. അതിൻ്റെ ഒരു മറുഭാഗമാണ് ഇന്നിപ്പോൾ കാണാൻ സാധിച്ചൊരു കാര്യം. കാരണം ഇന്നലെയും ഇന്നും കൂടിയായിട്ട്, ഇന്നലെയും ആ ഒരു തരത്തിൽ കോൺഗ്രസിനെതിരെയും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിനെതിരെയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനെതിരെയും ഒക്കെ മോദി വളരെ വലിയ തോതിലുള്ള ഒരു കടന്നാക്രമണമാണ് നടത്തിയത്. അതേ രീതിയിൽ തന്നെ ഇന്നിപ്പോൾ രാജ്യസഭയിലും വീണ്ടും തുടർന്നു നല്ല രീതിക്ക് കൊടുക്കുകയും ചെയ്തു. ഇന്നലെ പ്രതിപക്ഷം ചെയ്തത് ബഹളം വയ്ക്കുകയായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അത് കേട്ടു നിൽക്കാനായിട്ട് ശേഷിയില്ലാത്തത് കൊണ്ട്, മോദി പറഞ്ഞതുപോലെ തന്നെ സത്യങ്ങൾ കേൾക്കാനായിട്ട് ശക്തിയില്ലാത്തത് കൊണ്ട് തന്നെ പ്രതിപക്ഷം സഭ വിട്ട് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ പ്രതിപക്ഷത്തിന് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് അവർ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ നേർക്കുനേർ നിന്ന് മോദിയോട് വസ്തുത പറഞ്ഞുകൊണ്ട് ഏറ്റുമുട്ടാനായിട്ടൊന്നും പ്രതിപക്ഷത്തിനോ രാഹുൽ ഗാന്ധിക്കോ സാധിക്കുന്നില്ല എന്നുള്ളതും ഒരു വാസ്തവമായിട്ടുള്ള കാര്യമാണ്. പ്രതിപക്ഷ നേതാവെന്ന രീതിയിൽ രാഹുൽ ഗാന്ധി എന്തൊക്കെയോ വിളിച്ചു പറയുന്നു, അതിൽ പല കാര്യങ്ങളും വാസ്തവമല്ല എന്നുള്ളത് തെളിയുന്നു. സെൽഫ് കോൾ അടിക്കുന്ന മാതിരിയാണ് രാഹുൽ ഗാന്ധി പറയുന്ന ഓരോ കാര്യങ്ങളും തനിക്ക് തന്നെ തിരിച്ചടിയായി വരുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ പ്രതിപക്ഷത്തിൻ്റെ ഈ ഒരു തിരിച്ചടികൾ
നേട്ടമാക്കി മാറ്റുന്നത് യഥാർത്ഥത്തിൽ ഭരണപക്ഷമാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ടുള്ള കുറച്ചെങ്കിലും ഒരു കഴിവ് ശരിക്കും പറഞ്ഞാൽ പ്രതിപക്ഷം കാണിക്കണമെന്നുള്ളത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ഇത് തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. ഇനിയുള്ള നാളുകൾ 5 കൊല്ലം, ഈ 5 കൊല്ലത്തിനിടയിൽ എന്തെല്ലാം കാഴ്ചകൾ കാണാൻ കിടക്കുന്നു. ഇതുപോലെയാണ് പ്രതിപക്ഷത്തിന്റെ പോക്കെങ്കിൽ ഉറപ്പായിട്ടും ഭരണപക്ഷത്തിന് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാവുകയും അതോടൊപ്പം തന്നെ കോൺഗ്രസും ഇന്ത്യ സഖ്യത്തിന്റെയും അടിവേരിളകുന്ന തരത്തിലുള്ള കാഴ്ചകൾ വരും ദിനങ്ങളിൽ കാണേണ്ടി വന്നാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാനായിട്ട്. പ്രതിപക്ഷവും പരാജയമായി പോയി, പ്രതിപക്ഷ നേതാവും പരാജയമായി പോകുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ഭരണപക്ഷത്തെ നേരിടേണ്ട രീതിയിൽ നേരിട്ട് കഴിഞ്ഞാൽ അത് കാണാനായിട്ട് നല്ല ചേലായിരിക്കും. പക്ഷേ ഇതിപ്പോൾ ഞങ്ങൾക്ക് വേറൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല, ഞങ്ങൾ നരേന്ദ്രമോദിയുടെ മുന്നിൽ ഒന്നുകിൽ ബേളം വയ്ക്കാം, അല്ലെങ്കിൽ കൂവാം, അതല്ലെങ്കിൽ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവാം, ഇത് മാത്രമേ ഞങ്ങളുടെ കയ്യിൽ ആയുധമായിട്ടുള്ളൂ. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ സഖ്യം വ്യക്തമാക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്.